ശ്രീ സജീവ് ജോസഫ്, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, 2024 കേരള ധനകാര്യ ബില്ലിനെ എതിർക്കുകയാണ് സർ. സർ, ജനജീവിതം ദുസ്സഹമാക്കിയ ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ ഗവേഷണ പദ്ധതികളാണ് സർ ഓരോ ബില്ലുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സർ, ഇപ്പോൾ 2024 കേരള ധനകാര്യ ബില്ലിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. സർ, ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗത്തെ ബാധിക്കുന്ന വളരെ തലതിരിഞ്ഞ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് സർ സർക്കാർ മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്നത്. സർ, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കേണ്ട സർക്കാർ തന്നെ, പ്രത്യേകിച്ച് നീതി ഉറപ്പുവരുത്തേണ്ട, നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തേണ്ട, തുല്യത ഉറപ്പുവരുത്തേണ്ട സർക്കാർ തന്നെ ആ അവകാശത്തെ ഇല്ലാതാക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളെ, നമ്മുടെ സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ അവരെ പ്രയാസത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു നിയമനിർമ്മാണമാണ് സർ ഇതിൻ്റെ ഭാഗമായി ഇവിടെ അമെൻഡ് ചെയ്യപ്പെടുന്നത്. സർ, 50 രൂപ മാത്രം കോർട്ട് ഫീ അടയ്ക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ 2 ലക്ഷം രൂപ വരെ കോർട്ട് ഫീ അടയ്ക്കേണ്ട അവസ്ഥയാണ്. കോടതികളിൽ വിവിധ ആവശ്യങ്ങൾക്കായി, ജീവനാംശത്തിനായി, അതുപോലെ അവരുടെ സംരക്ഷണത്തിനായി അവർ പോകേണ്ട സന്ദർഭങ്ങളിൽ അവർക്ക് അടയ്ക്കേണ്ടി വരുന്നു. വസ്തു സംബന്ധമായിട്ടുള്ള അവരുടെ പരിവേദനങ്ങൾ സർ, കോടതി മുറികളിലൂടെ നമ്മുടെ അമ്മമാരും സഹോദരിമാരും, ഒറ്റപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളിൽ നിന്നും വരുന്ന ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകളെ ബാധിക്കുന്ന ഇത്തരത്തിലെ അവരുടെ ഫീസ് ഇത്രയും അധികമാക്കി മാറ്റുന്ന ഈ നിയമനിർമ്മാണം, ഈ നിയമ ഭേദഗതി, അത് നമ്മുടെ ഭരണഘടനയ്ക്ക് തന്നെ എതിരാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ചെക്ക് കേസുമായി ബന്ധപ്പെട്ട നെഗോഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ആക്ടിലെ ഭേദഗതി. ഇതിൻ്റെ എല്ലാം ഫീസ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതാണ്. സാർ, ഇത് നീതി നിഷേധമാണ്. വലിയൊരു ജനവിഭാഗത്തിന് നീതി നിഷേധിക്കുന്ന ഈ ഭേദഗതികളെ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. സാറ്, സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വ്യവസ്ഥാപിതമായ മാർഗങ്ങളെല്ലാം പരാജയപ്പെടുമ്പോൾ, നികുതി പിരിവ് ഉൾപ്പെടെ എല്ലാ രംഗത്തും GST കളക്ഷൻ ഉൾപ്പെടെ പരാജയപ്പെടുന്ന സർക്കാർ അതിന് പകരം വയ്ക്കുന്ന ഇത്തരത്തിലുള്ള അധിക നികുതി, അത് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ല സർ. ഇവിടെ സർക്കാരിൻ്റെ ധനകാര്യ ആസൂത്രണത്തിലെ പിഴവാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ തള്ളിവിട്ടിരിക്കുന്നത്. GSTയിലെ പിരിവില വീഴ്ച, പിടിപ്പുകേട്, സ്വജനപക്ഷപാതം, ആർഭാടം, ഇതെല്ലാം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട് സർ. സർ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പുറത്തുവിട്ട കണക്കനുസരിച്ച് 2022, 23, 24 കാലഘട്ടങ്ങളിൽ GST പിരിക്കുന്നതിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഏറ്റവും പിന്നിലാണ്. വളർച്ച നേടാൻ നമുക്ക് സാധിക്കുന്നത്. ഹരിയാന 11%, UP, രാജസ്ഥാൻ 12% വീതം, പഞ്ചാബ്, മഹാരാഷ്ട്ര 14%, തമിഴ്നാട് 9%, പശ്ചിമ ബംഗാൾ 8% എന്നിങ്ങനെയാണ് GST വളർച്ച നിരക്ക് നേടിയിട്ടുള്ളത്. സർ, കേരളത്തിൽ ഇത് 5% മാത്രമാണ് സർ. സർ, സാമ്പത്തിക പ്രതിസന്ധിയുടെ യഥാർത്ഥ ഇരകൾ കേരളത്തിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളാണ് എന്ന് നമുക്കറിയാം. ക്ഷേമ പെൻഷനുകൾ വൈകുന്നു, പെൻഷൻ മുടങ്ങുന്നു, തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുത്തവർക്കും അവർക്ക് കൂലി കൊടുക്കാൻ സാധിക്കുന്നില്ല, സംഭരിച്ച നെല്ലിന് പണം കൊടുക്കാൻ സാധിക്കുന്നില്ല, ട്രഷറിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, ബില്ലുകൾ പാസ്സാക്കി നൽകുന്നില്ല, സപ്ലൈകോയിൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഇതെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി സർക്കാർ ചെയ്യുന്ന വികലമായ നടപടികളാണ് സർ. സർ, മരുന്നിന് കാശ് പോലും ഇല്ലാതെ ആളുകൾ പ്രയാസപ്പെടുകയാണ്. കേരളത്തിലെ പണപ്പെരുപ്പം 5.4%. സാധനങ്ങൾക്കെല്ലാം തീവിലയായിരിക്കുന്നു. സർ, പാവങ്ങളുടെ കൈ പണമില്ല. 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരിക്കുന്നു. അംശാദായമടച്ച ക്ഷേമ ബോർഡുകളിൽ വൻ കുടിശ്ശികയാണ് സർ ഇപ്പോൾ ഉള്ളത്. സർ, ഈ സന്ദർഭത്തിൽ സർക്കാർ വരുമാനം ലഭിക്കുന്ന 2 മേഖലകൾ, IT, ടൂറിസം,
അതുപോലെ തന്നെ മദ്യം ലോട്ടറി, ഇത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നിലവിലെ നികുതി സംവിധാനത്തിലെ പോരായ്മകൾ പരിഹരിക്കണം. കിട്ടാക്കടമായി എഴുത്തള്ളാൻ വെച്ചിരിക്കുന്ന ആർബിട്രേഷൻ നടപടികൾ അത് പൂർത്തീകരിക്കണം. അങ്ങനെ സർക്കാരിൻ്റെ എഫിഷ്യൻസിയാണ് ഇവിടെ ആവശ്യം. അല്ലാതെ ഇതുപോലെ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന സമീപനങ്ങളിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ൻ്റെ പ്രകടനം വളരെ നിരാശാജനകമാണെന്നും തിരുത്തൽ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്നാണ് കേന്ദ്ര കമ്മിറ്റി ഇന്നലെ തീരുമാനിച്ചതായി മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങളോട് പറയുകയുണ്ടായി. പലരും ആവർത്തിച്ച് പറയുന്ന കേട്ട് മടുത്ത കാര്യങ്ങളാണ്. സർ, ഈ വാദഗതികളൊക്കെ തന്നെ കേരളത്തിലെ ജനവിഭാഗം അവരത് അവഗണിച്ചതാണ്, പരസ്യമായി അതിനെ തള്ളിപ്പറഞ്ഞതാണ്. സർ, അതുകൊണ്ടാണ് CPM-ൻ്റെ കോട്ടക്കൊത്തളങ്ങളിൽ പോലും ആ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. സർ, വടകരയിലെ ലീഡ് 1,14,000 വോട്ടിലധികമാണ്. കണ്ണൂരിൽ പ്രിയങ്കരനായ KPCC പ്രസിഡന്റ് മത്സരിച്ച മണ്ഡലത്തിൽ ഇവരെപ്പോഴും ആരോപണം ഉന്നയിക്കുന്ന, ആക്ഷേപം ഉന്നയിക്കുന്ന, ജനവിരുദ്ധനെന്ന് പറയുന്ന, നിങ്ങളെപ്പോഴും ആക്ഷേപിക്കുന്ന ഞങ്ങളുടെ KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ മണ്ഡലത്തിൽ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, പാർട്ടി സെക്രട്ടറിയുടെ മണ്ഡലത്തിൽ, LDF-ന്റെ കൺവീനറുടെ മണ്ഡലത്തിൽ, ആ മണ്ഡലത്തിൽ 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സാർ വിജയിച്ചത്. സാർ, ഉണ്ണിത്താൻ കാസർഗോഡ് 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. കോഴിക്കോട് ശ്രീ M.K. രാഘവൻ 1,46,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. സാർ, വടകരയിൽ എല്ലാ പണിയും പയറ്റി നോക്കി നിങ്ങൾ, വർഗീയ ധ്രുവീകരണം നടത്താൻ നോക്കി. നിങ്ങൾ അവിടെ ദയനീയമായി പരാജയപ്പെട്ടു. 1,14,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വടകരയിൽ UDF ഉജ്ജ്വലമായ വിജയം നേടി. സാർ, ഇതെല്ലാം കാണിക്കുന്നത് നിങ്ങളുടെ ഈ വാദഗതികൾ നിഷ്കരണം തള്ളിക്കളഞ്ഞ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സാർ, അപ്പോൾ അതിലൊന്നും പാഠം പഠിക്കാതെ തെറ്റ് തിരുത്തുമെന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ തിരുത്തില്ല സാർ. എല്ലാ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും നിങ്ങൾ ഇത് ചർച്ച ചെയ്തു. മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം വന്നു, ആരോപണം വന്നു, വിമർശനം വന്നു, പാർട്ടിക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു, ഘടകകക്ഷികൾ പോലും ആക്ഷേപം ഉന്നയിച്ചു. പക്ഷേ ആ തെറ്റ് തിരുത്താനുള്ള ഒരു ശ്രമവും നിങ്ങൾ നടത്തില്ല എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാർ, സർ, പോരാളി ഷാജി, പൊൻകതിർ, ചെങ്കതിർ, PR ആർമി, റെഡ് ആർമി, ഇങ്ങനെ കുറേ ഗുണ്ടാ സംഘങ്ങൾ പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയെ തന്നെ കുളം തോണ്ടുന്ന ചെയ്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ, പാർട്ടി നേതാക്കൾ തന്നെയാണ് സാർ പരാതി പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസ് അല്ല, UDF അല്ല. സാർ, തുടർച്ചയായി ബോംബ് സ്ഫോടനങ്ങളിൽ നിരപരാധികളായ പാവങ്ങൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ പ്രതിസ്ഥാനത്ത് CPM-ആണ്. സാർ, തലശ്ശേരിയിൽ സീന എന്ന യുവതിയുടെ നിലവിളി, ദീനരോധനം നമ്മൾ കേൾക്കുകയാണ്. സാർ, സാർ, പാർട്ടിയുടെ ഭീകര രൂപമാണ് കേരളം ഇവിടെ കണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടി അതിഗുരുതരമായ ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. സാർ, പാർട്ടിയുടെ ഈറ്റിലമായ കണ്ണൂരിൽ അധോലോക സംഘങ്ങൾ വിലസുന്ന പാർട്ടിയെ തന്നെ എഴുതുന്ന അവസ്ഥയാണ് സാർ ഇപ്പോൾ വന്നിരിക്കുന്നത്. മനു തോമസ് എന്ന CPM-ന്റെ മുൻ നേതാവ് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഉന്നത CPM നേതാക്കൾ സ്വർണ്ണക്കള്ളക്കടത്തിനും സ്വർണ്ണ പൊട്ടിക്കലിനും ഗുണ്ടാ പ്രവർത്തനത്തിനും ഒത്താശ നൽകിയെന്ന ആരോപണം അത് പാർട്ടിയുടെ മാത്രം ഒരു ആഭ്യന്തര പ്രശ്നമല്ല സാർ. അത് ജനങ്ങളെയും സ്റ്റേറ്റിനെയും നിയമവ്യവസ്ഥയെയും ബാധിക്കുന്ന വിധ്വംസക പ്രവർത്തനമാണ്. സാർ, സർ, ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ, യുവജന കമ്മീഷൻ ചെയർമാൻ, ഈ പദവികൾ വഹിക്കുന്നവർക്കെതിരെ ഉയർന്ന വെളിപ്പെടുത്തലുകളെ കുറിച്ച് അന്വേഷിക്കണം. സാർ, അവരെ ആ ചുമതലകളിൽ നിന്നും പദവികളിൽ നിന്ന് നീക്കം ചെയ്യാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. സാർ, സർ, യൂത്ത് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സാർ, അതിന്റെ പരിഭാവനത കളഞ്ഞുകൊളിച്ചിരിക്കുകയാണ്. യൂത്ത് കമ്മീഷൻ എന്നത് കമ്മീഷൻ അടിക്കുന്ന കൊട്ടേഷൻ കമ്മീഷൻ ചെയർമാനായി മാറിയിരിക്കുകയാണ്. സാർ, സർ, TP ചന്ദ്രശേഖരന്റെയും ഷേബിന്റെയും കൊലപാതകം വിപ്ലവ പ്രവർത്തനമല്ലെന്നും വൈകൃതമാണെന്നുമാണ് മനു തോമസിന്റെ വെളിപ്പെടുത്തൽ. അതേക്കുറിച്ച് അന്വേഷിക്കണം. സാർ, പാർട്ടി അവരെ ഉപയോഗപ്പെടുത്തിയതിന്റെ ബ്ലാക്ക് മെയിലിംഗ് ആണ് സാർ ഇപ്പോൾ നടക്കുന്നത്. വാളെടുക്കുന്നവൻ വാളാൽ എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ. സാർ, രാഷ്ട്രീയ പ്രതിനിധികളെ കായികപരമായി അടിച്ചമർത്തുന്ന പഴഞ്ചൻ തത്വശാസ്ത്രവുമായി മുന്നോട്ട് പോകുന്ന ഇവരുടെ ഈ നടപടികൾ, ഈ ഗവൺമെന്റിന്റെ നടപടികൾ, സർക്കാർ സ്പോൺസേഡ് അക്രമങ്ങൾ, ഇത് അവസാനിപ്പിക്കാൻ മുന്നോട്ട് വരണം എന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ബില്ലിനെ എതിർക്കുന്നു. നന്ദി.